ആരോഗ്യത്തിന് ഹാനികരമായ രാജാവേത്? പല രാജ്യങ്ങൾ പിടിച്ചടക്കിയ രാജാക്കന്മാരുണ്ട്, പല സ്ഥലങ്ങളും പിടിച്ചടക്കിയ രാജാക്കന്മാരൊക്കെ നമ്മുടെ ചരിത്രങ്ങളിലൊക്കെ ഉണ്ട്. ചോദ്യം, ആരോഗ്യത്തിന് ഹാനികരമായ രാജാവ് ഏത് എന്നുള്ളതാണ്. സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. അതിൽ സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ അതിലൊരു കിങ് ഉണ്ട്. കിങ് എന്ന് പറഞ്ഞാൽ രാജാവ്. സ്മോക്കിംഗ് ആരോഗ്യത്തിന് ഹാനികരമായ രാജാവാണ് സ്മോക്കിംഗ്. ഉപയോഗിക്കുന്ന സമയത്ത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്തടുത്തുള്ള 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അതായത് ഉപയോഗിക്കുമ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്തടുത്തുള്ള 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഈ അടുത്തടുത്തുള്ള 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിക്കുമ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഏതെന്നായിരുന്നു ചോദ്യം? ഉത്തരം മറ്റൊന്നുമല്ല, ഉത്തരം CD ആണ്. CD, ABCD. ഈ സിയും ഡി അടുത്താണ്. ഈ CD എന്ന് പറയുന്ന സാധനം നമ്മൾ പ്ലെയറിലടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് തിരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഒരു അതിഥി വന്നിട്ട് നമ്മൾ സോഫ ഇട്ട് കൊടുത്താൽ, കസേര ഇട്ട് കൊടുത്താൽ, നമ്മൾ സോഫയിലാണെങ്കിൽ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. നേരെ മറിച്ചൊരു കസേര ഇട്ട് കൊടുത്താൽ അവർ ഇരിക്കില്ല. എന്താണ് കാരണം എന്നാണ് ചോദ്യം. അതായത് ഉത്തരം മറ്റൊന്നല്ല, നമ്മൾ സോഫയിൽ ഇരിക്കുന്നു, എന്നാൽ സ്റ്റൂളോ കസേരയോ മറിച്ചിട്ട് കൊടുത്താൽ അവർക്ക് ഇരിക്കാൻ പറ്റുമോ? ആ സ്റ്റൂളായാലും കസേരയായാലും നേരെ വെച്ചാൽ അവർക്ക് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് സോഫയിൽ ഇരിക്കാൻ പറഞ്ഞിരിക്കുന്നു. നേരെ മറിച്ച് സ്റ്റൂളോ കസേര ഇട്ടാൽ അവർ ഇരിക്കുന്നില്ല. കാരണം മറിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഞാനാലും ഇരിക്കാൻ പറ്റത്തില്ല, ഏതൊരാൾക്കും ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തൊരു കല്ലുണ്ടെങ്കിൽ കയറിയിട്ടിട്ട് കല്ല് വലിച്ചാൽ കല്ല് നമ്മുടെ അരികിലേക്ക് എത്തും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ കമ്പവലി എന്ന് പറയുന്ന മത്സരമുണ്ട്. അത് നമ്മൾ വലിച്ചിട്ടിട്ടാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അരികിലേക്ക് വരും. ചോദ്യമാണ്, എത്ര വലിച്ചാലും ഒരു ഇഞ്ച് പോലും, അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാത്തത് എന്താണ്? എത്ര വലിച്ചാലും വലിക്കുന്ന സംഭവം ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങൂല. ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റില്ല. ഉത്തരം മറ്റൊന്നുമല്ല, ഉത്തരം നമ്മൾ അറിയാതെ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഉത്തരം കൂർക്കം വലി. ഉറക്കത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ വലിക്കുന്നതാണ് കൂർക്കം വലി എന്ന് പറയുക. ഈ കൂർക്കം വലി ഒരിക്കലും നമ്മൾ വലിച്ചിട്ട് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റാത്ത സംഭവമാണ് കൂർക്കം വലിക്കുക എന്ന് പറയുന്നത്. നിറയെ വെള്ളമുള്ള അക്ഷരമേത് എന്നാണ് ചോദ്യം. നിറയെ വെള്ളമുള്ള അക്ഷരമേത് എന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്, സി ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞാൽ കടൽ, അല്ലേ? സി എന്ന് പറഞ്ഞാൽ കടൽ. കടൽ എന്താണ്? കടൽ നിറയെ എന്താണുള്ളത്? വെള്ളമാണുള്ളത്. അപ്പം നിറയെ വെള്ളമുള്ള അക്ഷരം എന്ന് വെച്ചാൽ സി ആണ്. സി എന്ന് പറഞ്ഞാൽ കടൽ.